സോറി, ഐ എം വെരി സോറി. എന്തിന്? വീട്ടിൽ വന്നപ്പോ ഞാൻ മര്യാദ കാട്ടിയില്ല. അതാണോ? ഞാനാ മര്യാദകേട് കാട്ടിയത്. അനുവാദമില്ലാതെ ജീവന്റെ കട്ടിൽ കയറി കിടന്നു. കുട്ടികളെ പോലെ വികൃതി കാട്ടി. സമീരെ കണ്ടിട്ട് ഞാൻ തിരിച്ചറിഞ്ഞത് പോലുമില്ല. സോറി. ആരായാലും ഓർമ്മയുണ്ടാവില്ല. കുട്ടിക്കാലത്ത് കണ്ടതല്ലേ. സമീര മറന്നില്ലല്ലോ. ഞാൻ മറന്നു. അത് തന്നെ എനിക്ക് പറ്റിയത്. നല്ലതൊക്കെ മറന്നു. ആവശ്യമില്ലാത്തതൊക്കെ ആലോചിച്ച് തീയാക്കി. എന്നിട്ട് എല്ലാവരെ കൊണ്ടും ഭ്രാന്തരെന്ന് പറയിച്ചു. എനിക്കൊരു കുഴപ്പമില്ല സമീര. എനിക്കറിയാം. ഇപ്പതാ എല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. നല്ലതെന്ന് പറയാൻ കുട്ടിക്കാലത്തെ 4-5 വർഷങ്ങളേ ഉള്ളൂ. അതൊക്കെ എന്റെ മനസ്സിലിപ്പോ കെട്ടഴിഞ്ഞു വീണ പോലെ. അക്കാലത്തെ ഒന്നും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. എല്ലാം ഒരു പെട്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പുസ്തകങ്ങള്, കളിപ്പാട്ടങ്ങള്, ഒരു മഞ്ചാടിക്കുരു പോലും കളഞ്ഞിട്ടില്ല. കുട്ടിയുടെ വെള്ളിയറിഞ്ഞാണത്തിന്റെ ഒരു മണി ഞാൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് പിണങ്ങിയത് ഓർക്കുന്നുണ്ടോ? അത് ഞാൻ മോഷ്ടിച്ചു തന്നെയായിരുന്നു. അതും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കള്ളൻ. വേണ്ട, ഞാൻ ഇനി ചെക്കന്റെ വീട്ടിലേക്ക് വരില്ല. ഞാൻ ഊഞ്ഞാലിന്ന് തള്ളിയിട്ടില്ലേ. വേണ്ട, നീ വരണ്ട. ഒരിക്കലും വരില്ല, ചത്താലും വരില്ല. സന്തോഷം. അപ്പൊ ചാമ്പ ഉണ്ടാവുന്ന ചാമ്പയ്ക്ക മുഴുവൻ എനിക്ക് തിന്നാല്. കരിമ്പൂതൻ 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 കരിമ്പൂതൻ. ജീവ, എന്താ ചിരിക്കണേ? ഒന്നുമില്ല. മാഹിയില് നമ്മുടെ വീട്ടില് ഇപ്പോഴും ചാമ്പക്ക മരം ഉണ്ടോയെങ്കിൽ. ചാമ്പയ്ക്ക വരൂ. ആ, നക്ഷത്രങ്ങൾ പൂത്തു നിൽക്കുന്ന പോലെ ആയിരുന്നു ചാമ്പയ്ക്ക. ഓ, അതൊക്കെ വെട്ടി ഈ സ്കൂൾ പിള്ളേരുടെ ശല്യം. അല്ല, എന്താ ഇപ്പൊ ചാമ്പയ്ക്ക? വെറുതെ നമുക്കിവിടെ കുറെ ചാമ്പ മരങ്ങൾ നടണം. ചാമ്പയ്ക്ക വേണമെങ്കിൽ വാങ്ങിയ പോരെ? പോരാ, നട്ടു നനച്ച് വളർത്തി കായ്ക്കണം. ആയിക്കോട്ടെ, നാളെ മുതൽ നമുക്ക് കൃഷി തുടങ്ങാം. ഈ മണ്ണ് സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയതാണോ? പത വരാറായി. കൊണ്ടാറടങ്ങാൻ ഇങ്ങനെ ചതിക്കരുത് മനുഷ്യരെ. കൂലിപ്പണിക്കാണെങ്കിൽ ഞാൻ ഈ പോണ്ടിച്ചേരിൽ വരണോ? നാട്ടിൽ കളക്കാൻ പോയ നല്ല കാശാ, ഇഷ്ടംപോലെ പണിയുണ്ട്. ശരിക്കും ഇവിടെ ചാമ്പയ്ക്കല്ല നടേണ്ടത്. പിന്നെന്താ? നെല്ലിക്ക. ആ, നല്ല തളം വെക്കാൻ. 5-6 ചാമ്പത്തെ കുറിച്ച് വെക്കാൻ പറഞ്ഞതിനാണോ നിനക്ക് ഇത്ര വിഷമം? ഇന്ന് 5-6 ചാമ്പ. നാളെ ജീവന് തോന്നുകയാണ് 10 തെങ്ങ് വെക്കാം, ജാതി വെക്കാം, ചേന വെക്കാം, ചേമ്പ് വെക്കാം. ആ, അപ്പോഴെന്റെ സ്വഭാവം മാറാൻ പോണേ. നിന്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നത് നല്ലതാ. ഇപ്പൊ എന്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അന്ന് ജോസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയില്ല വയറ് നിറച്ച്. ആ, അതാണ് ഇക്കാലത്ത് ആർക്കൊരു ഉപകാരം ചെയ്യാൻ പാടില്ലെന്ന് പറയണേ. വഴിതെറ്റി കറങ്ങിയപ്പോ വഴി കാട്ടി കൊടുത്തത് കുറ്റമായി. മനുഷ്യനല്ലേ വർത്താനം പറയും. അത് പഞ്ചാരടിയാ. ജീവിതത്തിനാണെങ്കിലോ ആ പെണ്ണിന്റെ മുമ്പിൽ വെച്ച് എന്നെ എടാ, അതിന്റെ പിന്നെ നായെന്ന് വിളിക്കാൻ പറ്റുമോ? ഞാൻ അന്തസ്സുള്ള ചെറുപ്പക്കാരനാ. എപ്പോഴും വയലന്റ് ആവണമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ജീവിതത്തിന് മാത്രമല്ല, ഇവിടെ എല്ലാവർക്കും ഉണ്ട് കുറേശ്ശെ. എടാ, അവന് കൃഷിയിൽ താല്പര്യം തോന്നിയാൽ നമ്മൾ എൻകറേജ് ചെയ്യണം. വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പാമ്പിനെയും പരുത്തിനെയും കൂമനെയും എടുത്ത് പുറത്ത് കളയാലോ. വേഗം ചെല്ലേ. മിനിഞ്ഞാന്ന് ഞാൻ ആ വൃത്തിയായിട്ട കുറകിന്റെ മോന്തക്കെട്ടൊന്ന് കൊടുത്തേന് ജീവേട്ടൻ എന്നെ കൊന്നില്ലാന്നുള്ളൂ. കഴുത്തെ പിടിച്ച് ഞെക്കിയിട്ട് ശ്വാസം മുട്ടിച്ച് എന്റെ കണ്ണുവരെ തുറച്ചു. ആ അണ്ണാൻ കുഞ്ഞെ കാണണ്ടായ അന്നത്തെ പൂരം അറിയാലോ. എന്റെ അച്ഛൻ ചത്തിട്ടുള്ളൂ ഞാൻ ഇത്രയും സങ്കടപ്പെട്ടിട്ടില്ല. ഇതിനിയും വളരണം. കടുവയും പുലിയും കരടി. അവന് ചില മാറ്റങ്ങളുണ്ട്. എവിടെ? ഞാനൊരു കാര്യം പറയാം. ഭാവിയിൽ നമുക്ക് ഈ വീട് വലിയൊരു മൃഗശാലയാക്കി മാറ്റാം. എന്നിട്ട് ടിക്കറ്റ് വെച്ച് ആളെ കയറ്റാം. കുരീനങ്ങൾ വേണമെങ്കിൽ ആദ്യത്തെ കൂട്ടിലിരുന്നു. എന്തിനാ ടിക്കറ്റ് വെക്കാന്? അല്ല, വെള്ളക്കരടി വാങ്ങണ്ടല്ലോ. ഇപ്പൊ കഴിയും. ഒരു 10 മിനിറ്റ്. നന്നായിട്ട് വളമിടണം, വേഗം വളരണം. ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങാം. എങ്ങോട്ടാ? വെറുതെ. പോയിട്ട് വരുമ്പോ ഒരു തോട്ടിയും കൂടി വാങ്ങിച്ചോളൂ. ചാമ്പയ്ക്ക പറിക്കാം. പെട്ടെന്ന് വളരണോ അത്രേ.
ഞാൻ പറഞ്ഞില്ലേടാ, ആ വർത്താനത്തിൽ ഒരു മയമില്ലേ, ഒരു മാറ്റം. പുസ്തകം വാങ്ങാനല്ലാണ്ട് അവൻ പുറത്തു പോവാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ നീ? കുര്യനങ്ങളെ, എനിക്കൊരു സംശയം. എന്താടാ? കുറച്ചു ദിവസമായി തോന്നി തുടങ്ങിയിട്ട്, ചിലപ്പോ തോന്നലാവാം. പറയടാ. ജീവേട്ടന്റെ മനസ്സില് ആ കിളി കേറി കൂട് കൂട്ടിണ്ടോന്ന്. കിളിയോ? ഏത് കിളി? ആ പഞ്ചവർണ്ണ കിളി സമീര.